ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റോഡ് വയർലെസ് ഗോട്ടുവിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം ഒരുപാട് പേർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എല്ലാം അയക്കാറുണ്ട്. അതായത് അവർ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, എന്നാൽ ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം അവർക്ക് നല്ല ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിൽ നിന്നും നല്ല ക്ലാരിറ്റി ഓഡിയോ ഒന്നും ലഭിക്കാത്തത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, റോഡ് സെൻട്രൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ 3 മെത്തേഡിലാണ് നമുക്കിപ്പോൾ റെക്കോർഡിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് ഫൈൻ മോഡ്, 2 കോഴ്സ് മോഡ്, മൂന്നാമതായി നമ്മൾ ഏത് ക്യാമറയാണോ യൂസ് ചെയ്യുന്നത് ആ ക്യാമറ സെലക്ട് ചെയ്ത് അതിന് വേണ്ട സെറ്റിംഗ് എല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി പുതുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാമാണ് നമ്മൾ റോഡ് വയർലെസ് ഗോ ടുവിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ പലർക്കും ഈ ഒരു ഡിവൈസിൽ നിന്നും നല്ല ക്ലാരിറ്റിയിലുള്ള ഓഡിയോ ഒന്നും ലഭിക്കാത്തത് അത് കറക്റ്റായി സെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത്തരത്തിലൊരു ഡിവൈസ് ആദ്യം ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഇതുപോലെ ഞാൻ നെറ്റിൽ കുറേ റിവ്യൂസ് എല്ലാം കണ്ടിരുന്നു. അതിനാൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എല്ലാമാണ് ഞാനും എൻ്റെ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരുന്നത്. എന്നാൽ എനിക്ക് അതിൽ നിന്നും നല്ല ഔട്ട്പുട്ട് ഒന്നും ലഭിച്ചിരുന്നില്ല. അതായത് നല്ല ക്ലാരിറ്റിയുള്ള വോയിസ് ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാൻ പലതരത്തിൽ ഇത് ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എത്തരത്തിലാണ് നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇത് നല്ല ക്ലാരിറ്റിയിലെല്ലാം കിട്ടുന്നതിന് വേണ്ടി, അതായത് നല്ല ക്ലാരിറ്റി ഓഡിയോ എല്ലാം കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസുമായി കണക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഫോണിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഐഫോൺ യൂസ് ചെയ്താണ് ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിൽ നമുക്കിത് റെക്കോർഡ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ റിസീവറുമായി ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് നല്ല സൗണ്ട് എഫക്റ്റ് എല്ലാം കിട്ടുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ -30 dBയിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. -30 dBയിൽ വെച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഹലോ മൈക്ക് ടെസ്റ്റ്, മൈക്ക് ടെസ്റ്റ് 1 2 3, ഹലോ മൈക്ക് ടെസ്റ്റ്, മൈക്ക് ടെസ്റ്റ്. ഇത്തരത്തിൽ നമുക്കിത് റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത് -27ലേക്ക് മാറ്റുക. വീണ്ടും ഇതുപോലെ ഹലോ മൈക്ക് ടെസ്റ്റ്, മൈക്ക് ടെസ്റ്റ് 1 2 3. അതുപോലെ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് മാറ്റാം, -24. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് -24 ആണ് എന്ന് പറയാം. ഇപ്പോൾ ഞാനിവിടെ -24ലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ പോയിന്റ് യൂസ് ചെയ്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അതായത് 0 മുതൽ -30 വരെയുള്ള എല്ലാ പോയിന്റിലും നമ്മൾ ഇതുപോലെ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു ഓപ്ഷൻ മാറ്റി ഇത് കോഴ്സ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് മോഡിൽ നിങ്ങൾക്കറിയാം 3 ഓപ്ഷനാണ് നമുക്ക് ലഭിക്കുക. ഈ 3 ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് ഇതിൽ മീഡിയം, ഹൈ, ലോ എന്നെല്ലാമാണ് ഇവിടെ കാണിക്കുക. നിങ്ങൾക്ക് ഇവിടെ മാറുന്നത് കാണാം, ഹൈ, മീഡിയം, ലോ. ഇത്തരത്തിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ കോഴ്സ് മോഡിൽ റെക്കോർഡ് ചെയ്യുക. അതായത് ലോ, മീഡിയം, ഹൈ ഈ 3 മോഡ് വെച്ചും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്തത് പ്ലേ ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വോയിസ് ആണ് നിങ്ങളുടെ നല്ലതായി തോന്നിയത്? അതായത് 0 dB യൂസ് ചെയ്യുമ്പോഴാണോ, -12 dB യൂസ് ചെയ്യുമ്പോഴാണോ, -15 dB യൂസ് ചെയ്യുമ്പോഴാണോ, -30 dB യൂസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് മോഡ് ഇട്ട് റെക്കോർഡ് ചെയ്തതിൽ നിന്നും ലോ വോളിയം വെച്ച് റെക്കോർഡ് ചെയ്തതാണോ, മീഡിയം വോളിയം വെച്ച് റെക്കോർഡ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഹൈ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്തതാണോ? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്ററായി തോന്നിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് വിലയിരുത്തുക. മറ്റൊരു കാര്യം, നമ്മൾ റോഡ് സെൻട്രൽ ആപ്പ് യൂസ് ചെയ്ത് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് ലേറ്റസ്റ്റ് ഫേംവെയർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നാലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണമെല്ലാം നിങ്ങൾക്ക് ലഭിക്കൂ. അതിനാൽ തന്നെ ഏറ്റവും പുതിയ ഫേംവെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്